ഹായ് സുഹൃത്തുക്കളെ, നല്ലൊരു മഴ കഴിഞ്ഞിപ്പോ നല്ല വെയിലുമായി കേട്ടോ. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ എൻ്റെ വശം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. മരമുന്തിരി ആദ്യമായിട്ട്, അതായത് ജബോട്ടിക്കാവ റെഡ് ഹൈബ്രിഡും സബാറയുമാണ് എൻ്റെ ഉള്ളത്. അത് ഇപ്രാവശ്യം റെഡ് ഹൈബ്രിഡ് കായ്ച്ചായിരുന്നു. അപ്പം പിന്നെ അതിന്റെ തണ്ടയിലോട്ട് വെയിൽ തട്ടാത്ത പോലെ അതിന്റെ കമ്പുകളൊക്കെ വളർന്നു നിൽപ്പുണ്ട്. അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്യണം. അപ്പൊ പ്രൂണിങ് കട്ടറൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. എൻ്റെ കയ്യിലുള്ള 2 വർഷം ആയില്ല കേട്ടോ റെഡ് ഹൈബ്രിഡ് വെച്ചിട്ട്. സബാറയും അത് തന്നെയാണ്. രണ്ടും ഞാൻ പോട്ടിലായിരുന്നു, എയർപ്രൂണിങ് പോട്ടിലായിരുന്നു വെച്ചിരുന്നത്. സബാറ കുറച്ച് വർഷം പിടിക്കും കായ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സബാറ ഞാൻ നിലത്താക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് പ്രൂൺ ചെയ്യണം. അപ്പൊ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ കൈവശമുള്ള ജബോട്ടിക്കാവയുടെ വലിപ്പം എത്രയുണ്ട്, ഏത് രീതിയിലാണ് കായ്ച്ചത്, ഏത് പ്രായത്തിലാണെന്നൊക്കെ ഉള്ളതൊന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ റെഡ് ഹൈബ്രിഡ്. ഇതാണ് എത്ര വലിപ്പം വെച്ചു, വലിയ വലിപ്പമൊന്നുമില്ല. എയർ പ്രൂണിങ് പോട്ടിലാണ് ഞാൻ നട്ടിരുന്നത്. ഇതിന്റെ കണ്ടില്ലേ, ഇല കണ്ടില്ലേ, ഇതിന്റെ ഈ ചുവട്ടിലായിട്ട് ഈ തണ്ടിന്റെ ഭാഗത്തായിട്ടായിരുന്നു കാ വന്നത് കേട്ടോ. ഇവിടെ ആയിട്ടായിരുന്നു. അപ്പൊ ഇതിന് ഇങ്ങോട്ട് മുകളിലോട്ടൊന്നും വെയിൽ തട്ടുന്നേ ഇല്ല. വെയിലില്ലാത്ത കാരണം പൂക്കാൻ പാടാണ്. ഒരു വെയിൽ വേണം, അതുകൊണ്ടാണ് പിന്നീട് പൂ ഉണ്ടാകാഞ്ഞെന്ന് തോന്നി. ആകെപ്പാടെ 2 ഇതേ കായ്ച്ചുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ സബാറയുടെ കേട്ടോ. കണ്ടോ, ഇതിന്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ 2-3 ശിഖരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് എയർ ലെയർ ചെയ്ത പ്ലാന്റ് ആയിരുന്നു എന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും ഇതിങ്ങനെ ചുവട്ടിൽ നിന്ന് അങ്ങനെ അരിയിട്ട് കിളിപ്പിച്ചാണ് ഈ രീതി വരത്തില്ലല്ലോ. എന്തായാലും നോക്കട്ടെ. ഇപ്പൊ 2 വർഷം ആയില്ല, ഒരു 1.5-1.25 വർഷം ആയിട്ടുണ്ട് ഇത് നട്ടുപിടിപ്പിച്ചിട്ട്. ഇതേതായാലും ഈ 7 വർഷം 8 വർഷം ആകുമെന്ന് പറയുന്നത് ഇത് കായ്ക്കാൻ. പക്ഷെങ്കിൽ ഇത് എയർ ലെയർ ചെയ്തതാണെങ്കിൽ അതിന് മുമ്പ് കായ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് വിടണം. എന്നാ കാര്യം ഇതിന്റെ തണ്ടിലൂടെ നല്ലപോലെ വെയിൽ കിട്ടണം. ഇതുവരെ ഇതിന് വെയിൽ കിട്ടുന്നില്ലായിരുന്നു. ഇത് കണ്ടോ, ഇത് കരിമ്പായിരുന്നു കേട്ടോ. ഇവിടെ ഒരു 2 കമ്പ് വെച്ചതാ, ഇതങ്ങ് പടന്നിട്ട് മറിഞ്ഞു വീണ് ഇതിന് മുകളിലെല്ലാം ഇവിടെ ഒരു ചെറുനാരകം ഉണ്ടായിരുന്നു. ആ നാരകത്തിലും വീണ് ഒടിഞ്ഞ് അതിങ്ങനെ അതിന് മുകളിലോട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ വന്നതിന് ശേഷമാണ് ഇതെല്ലാം കട്ട് ചെയ്ത് വിട്ടത്. അപ്പൊ ഇനിയും അതിന്റെ തണ്ടിലോട്ട് വെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഏതായാലും ഇതൊന്ന് ഞാൻ പ്രൂൺ ചെയ്യട്ടെ. കണ്ടോ, ഇതുപോലെയാണ് നിൽക്കുന്നത്. ഇത് ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. തണ്ടിനോട് ചേർത്ത് ഇങ്ങനെ വരുന്ന ശിഖരങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ജബോട്ടിക്കാവ പ്രൂൺ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഞാൻ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ തടിയേലാണ് സാധാരണ പൂവും കായും ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കില് കഴിഞ്ഞ തവണ കായ്ച്ചത് ഇതുപോലെ ചെറിയ ഒരു ചില്ലിക്കമ്പ്, ഈ കാണുന്ന ചില്ലിക്കമ്പില്ലേ, അതല്ലായിരുന്നു കേട്ടോ. തടിയെ വന്ന പൂവൊക്കെ അങ്ങ് പോയായിരുന്നു. എന്തായാലും ഇപ്പൊ ഞാൻ അതുപോലുള്ള ചില്ലിക്കമ്പൊക്കെ ഒന്ന് വെട്ടി വിട്ടിട്ടുണ്ട്. കാര്യം വെയിൽ കയറാനും വേണ്ടി. വെയിലില്ലെങ്കിൽ ഇത് കായ്ക്കത്തില്ല, വെയിലാണ് അത്യാവശ്യം. സബാറ ഏതായാലും ഇപ്പൊ ഞാൻ പ്രൂൺ ചെയ്യുന്നില്ല, അതിനെന്തായാലും കായ്ക്കാൻ കുറച്ച് താമസം വരുമല്ലോ. ഇതിന് വെയിൽ കിട്ടട്ടെ. എൻ്റെ ചോട്ടിലും മൂട്ടിലൊരു മുളകും തൈയും ഉണ്ട്, അതേതായാലും പിഴുത് മാറ്റുന്നില്ല. ഇതിനെല്ലാം ഞാൻ ജൈവവളം മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ജൈവ സ്ലറി, അതുപോലെ ജൈവവളം കിച്ചൺ വേസ്റ്റിന്റെ ഇതേ ഞാൻ ചെയ്യാറുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരും, നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും എൻ്റെ മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ ഒക്കെ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.